നമസ്കാരം. ഈ ആഴ്ച റിലീസ് ചെയ്ത ചാത്താപ്പച്ച എന്ന സിനിമ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ച് മുന്നേറുകയാണ്. ചെറുപ്പക്കാരുടെ ഒരു സംഘം വളരെ രസകരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമ കാണാൻ കേരളത്തിലെ കുടുംബ പ്രേക്ഷകരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാം ആവേശത്തോടെ തിയേറ്ററുകളിലെത്തുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം? സിനിമകൾ പലതരത്തിലുണ്ട്. കുടുംബചിത്രം, പ്രണയചിത്രം, ആക്ഷൻ. എന്നാൽ ചാത്താപ്പച്ച ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. എന്നാൽ അത് വളരെ രസകരമായിട്ട് അത് ആ തീം കൺസീവ് ചെയ്തിരിക്കും. നമ്മൾ വേൾഡ് റെസ്ലിംഗ് നമ്മൾ ചാനലുകളിലും യൂട്യൂബിലും ഒക്കെ കാണുമല്ലോ. അതിനുള്ളിൽ ഈ റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തിരക്കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൂ. അത് ഫൈറ്റ് ചെയ്യും, അവർ അടികൊണ്ട് വീഴും, ഭയങ്കരമായിട്ട് ഉയരത്തിൽ നിന്ന് ചാടി വീണ് ഇടിക്കും. ഇതൊക്കെ ഒരു തിരക്കഥയെ അടിസ്ഥാനപ്പെടുത്തി. എന്നാൽ ഇതൊരു ശക്തമായ ഇടിയോ അങ്ങനൊന്നുമല്ല. അതൊരു ഒരു നേരത്തെ നിശ്ചയിച്ചുറച്ച പ്രകാരമുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചാത്താപ്പച്ചയുടെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭൂമിക എന്ന് പറഞ്ഞാൽ കൊച്ചിയാണ്. കൊച്ചിക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കാട്ടാ കുസ്തി വന്നിട്ടുണ്ട്, കമലേശ്വരത്തും അങ്ങനെ ഒരു കുസ്തി പഴയ കേരളത്തിൽ പല സ്ഥലത്തും അതിന് പ്രാധാന്യമുണ്ട്. പക്ഷേ കൊച്ചിക്കൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ലോകത്തെ പല കാര്യങ്ങളുമായി കൊച്ചി ചേർന്ന് നിൽക്കും. പോർച്ചുഗീസ് പാരമ്പര്യവും അതുപോലെ തന്നെ യൂറോപ്യൻ പാരമ്പര്യവും അമേരിക്കൻ പാരമ്പര്യവും നോർവീജിയൻ പാരമ്പര്യവും അതുപോലത്തെ ഒരു എല്ലാ പൈതൃകവും ഉള്ള ഒരു നഗരമാണ് കൊച്ചി. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി. അപ്പോൾ അങ്ങനെ മട്ടാഞ്ചേരിയിലാണ് ഇങ്ങനെ ഒരു കഥ നടക്കുന്നത്. ഒരു അടിപ്പടം അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ ആക്ഷൻ പ്രതീക്ഷിച്ചു പോകുന്ന ചുമ്മാ ഉള്ള കഞ്ചാവും അങ്ങനെയൊക്കെയുള്ള മയക്കുമരുന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഒരു സൗദ്ദേശപരമായ രീതിയിലേക്കാണ് ഈ സിനിമ തിരിഞ്ഞു പോകുന്നത്. അടിയും ബഹളമൊക്കെ ഉണ്ടായിരുന്ന കൊച്ചിലെയുള്ള കുട്ടികളുടെ ഒരു വളർച്ചയും അവരുടെ യൂത്തിൻ്റെ ഒരു കാലത്ത് അവർ സ്വന്തമായി ഒരു ക്രിയേറ്റീവായിട്ടൊരു റിങ്, ഇതുപോലെ റെസ്ലിങ്ങിൻ്റെ ഒരു റിങ്, അത് മുൻകൂട്ടിയ തിരക്കഥാ പ്രകാരമുള്ള ഒരു ഗുസ്തി മത്സരം നടക്കുന്ന ഒരു റിങ് മട്ടാഞ്ചേരിയിൽ. എന്നാൽ ഈ ഗുസ്തിക്കുള്ളിലൂടെ തന്നെ രസകരമായി ഇതിൻ്റെ കഥയും പറഞ്ഞു പോകും. അപ്പോൾ ഇത് തിയേറ്ററിലെ ഒരു വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ കുടുംബ പശ്ചാത്തലവും അതിൻ്റെ കാര്യങ്ങളും കുട്ടികൾക്കുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചേരുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഒരു ഫൈറ്റ് സീക്വൻസും ഒരു ഇടിയുടെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂഡ് എപ്പോഴും ഒരു താളാത്മകമായി ഈ സിനിമയിൽ ചേർന്ന് നിൽക്കുക. അതിനോടൊപ്പം ഹരിശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോക് ഇപ്പോഴത്തെ ഒരു ഹരമാണ്. അദ്ദേഹം മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ടാണെന്ന് ഇതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോകളിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ വളരെ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ്. ആ നടൻ്റെ ഒരു ട്രാവൽ സാധാരണ ഒരു എടുപ്പുകളോ മറ്റു ഒന്നുമില്ലാതെ സാധാരണ പോലെ കാണപ്പെടുന്ന ഈ നടൻ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആകാര സൗഷ്ഠവും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ അഭിനയ മികവും ഒക്കെ ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അർജുൻ അശോക് അവതരിപ്പിക്കുന്ന ലോക്കോ ലോബോ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അപ്പോൾ അതിന് വൈകാരികമായ തലങ്ങളും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തലങ്ങളും എന്നാൽ വളരെ വളരെ ജീവിതഗന്ധിയായ ചില മുഹൂർത്തങ്ങളിലൂടെയൊക്കെ പോകുന്ന കഥാപാത്രം. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് റോഷൻ മാത്യു അവതരിപ്പിക്കുന്ന വെർട്ടി ലോബോ. ഒരു ആക്ഷൻ ഹീറോയെ പോലെയുള്ള എല്ലാ എടുപ്പുമുള്ള ഒരു കഥാപാത്രത്തെയാണ് ഈ റോഷൻ മാത്യൂസ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സിനിമ ആദ്യന്തം അങ്ങനെ രസാവഹമായി കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഇതിലെ അനുബന്ധമായ ക്യാരക്ടേഴ്സ് അതെല്ലാം ഒരു ഹ്യൂമർ ടച്ചുള്ള പ്രത്യേക രൂപഭാവങ്ങളും ശരീര സൗന്ദര്യവും ശരീര ആകൃതിയുമൊക്കെ ഉള്ള കഥാപാത്രങ്ങളെയാണ് ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഗുസ്തി തന്നെ പല പാറ്റേണിലുള്ള ഗുസ്തിയുണ്ട്. അപ്പോൾ അത് ഓരോ സ്റ്റേജിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് വരുമ്പോൾ അത് പ്രത്യേക തരം കഥാപാത്രങ്ങൾ വേണം. അപ്പോൾ അത്തരം ഹ്യൂമറസ് ആയിട്ടുള്ള അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അത് സിനിമ കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കൊച്ചിയെ ബേസ് ചെയ്ത് നിരവധി സിനിമകൾ ഇതുപോലെ ആക്ഷൻ ഓറിയൻറ്റഡ് എൻ്റർടൈനർ ആയിട്ടുള്ള സിനിമകൾ വരികയും വിജയിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും വിജയം വരിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഇത്. കാരണം ചോട്ടാ മുംബൈ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഹരം കൊള്ളിക്കുന്ന സിനിമയാണ്. മോഹൻലാലിനോടൊപ്പം തന്നെ സിദ്ദിഖും മണിക്കുട്ടൻ അങ്ങനെ ഇന്ദ്രജിത്ത് അങ്ങനെ ഒരു വലിയ ടീം ജഗതി ശ്രീകുമാറും ഒക്കെ ചേർന്നിട്ടുള്ള അതൊരു ക്രിസ്തുമസിൻ്റെ അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആഘോഷപ്പടമായിരുന്നു റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്തത്. അപ്പോൾ അതേ പാറ്റേണിൽ പിന്നീട് രഞ്ജിത്തിൻ്റെ ഒരു സിനിമ വന്നു, മമ്മൂട്ടി അത് കൊച്ചിയുടെ ഒരു അണ്ടർവേൾഡ്
ഒരു ജോണർ അങ്ങനെ അതായിരുന്നു. അപ്പോൾ അത് മമ്മൂട്ടി, ഷൺമുഖൻ എന്ന് പറയുന്ന റഹ്മാൻ ഒരു പോലീസ് ഓഫീസറും ഒക്കെ ആയിട്ട് വരുന്ന ഒരു 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 പ്രത്യേകതരം കുമ്പാരി എന്നൊക്കെയുള്ള ഒരു കൾച്ചറും ഒരു ലാറ്റിൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള ഒരു കൊച്ചിയായിരുന്നു അതിനകത്ത് കണ്ടത്. അതുപോലെ തന്നെ പിന്നെ അമൽ നീരദ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമുണ്ട്, ബിലാൽ ഒക്കെ വരുന്ന ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അത് വേറൊരു മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെയും ഒക്കെ വേറെ ഒരു 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 ടെറൈനാണ് നമ്മൾ ആ സിനിമകളിൽ കാണുന്നത്. അപ്പോൾ കൊച്ചിക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്. അപ്പോൾ അതിലെ കൊച്ചിയിലെ ആ മട്ടാഞ്ചേരിയും അവിടുത്തെ ചെറിയ പഴയ കെട്ടിടങ്ങളും അവിടെ ഉണ്ടാക്കുന്ന ഒരു റിങ്ങും ഒരു 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 ഗുസ്തി മത്സരത്തിന് വേണ്ടി, ഗുസ്തി ഒരു എൻ്റർടൈൻമെൻറ്റാണ്, അവർ ചെറുപ്പക്കാർക്ക് ഒരു ജീവനോപാധി എന്നുള്ള നിലയിൽ അവർ ഉണ്ടാക്കുന്നതാണ് ഈ പ്രദർശന മത്സരം. അപ്പോൾ അതിൻ്റെ ഒരുപാട് രസകരമായ കാര്യങ്ങൾ ഈ സിനിമയിൽ പോകുന്നുണ്ട്. ഈ സിനിമയിൽ നായകനിരയിൽ നിൽക്കുന്നവരെ ക്കാളോ അല്ലെങ്കിൽ അവരോടൊപ്പമോ മികച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് വിശാഖ് നായർ എന്ന നടൻ അവതരിപ്പിക്കുന്ന ചെറിയാൻ. അദ്ദേഹം ഒരു പ്രത്യേക രൂപഭാവത്തിലാണ് ഇതിൽ അപ്പിയർ ചെയ്യുന്നത്. നമ്മൾ കണ്ടാൽ അദ്ദേഹം ഇങ്ങനെയൊന്നുമല്ല, വളരെ നല്ല കാണാൻ നല്ല സുമുഖനാണ്, നല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം കണ്ണടിയും ആ ശൈലിയും ചില വാചകങ്ങളും ചില നടത്തവും പിന്നെ അദ്ദേഹത്തിൻ്റെ രീതികൾ, എപ്പോഴും ബോഡി ഗാർഡ്സ്, ഒരു ജിംനാസ്റ്റിക്സ് സംഘം നടത്തുന്ന ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ് സംഗതികൾ നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതിൻ്റെ വില്ലൻ പാർട്ടിലേക്കുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് ടീമാണ്. പക്ഷേ അതെത്ര രസകരമായിട്ടാണ് ആ വില്ലൻ കഥാപാത്രം വളർന്നു വരുന്നത്. മലയാള സിനിമയിൽ അടുത്ത കാലത്ത് നിരവധി ഈ വില്ലൻ കഥാപാത്രങ്ങൾ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ, ഇപ്പോൾ തുടരുമെന്ന സിനിമയിലെ വില്ലൻ അത്ര ഭയങ്കരമായിരുന്നു. നായകനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരത്തിലേക്ക് ആ വില്ലൻ കഥാപാത്രം വളർന്നു പോയി. അപ്പോൾ ആ രീതിയിൽ വിശാഖ് നായർ എന്ന നടൻ മലയാള സിനിമയ്ക്ക് ഒരു നൂതന ശൈലികൾ സംഭാവന ചെയ്യാൻ കെൽപ്പുള്ള ഒരു വില്ലനെയാണ് നമുക്ക് നൽകുന്നത്. ഈ സിനിമ ആദ്യം തിയേറ്ററിൽ കണ്ടവർ അത്ഭുത പരതന്ത്രരായി. കാരണം ഈ സിനിമയിൽ മമ്മൂട്ടി രംഗപ്രവേശം ചെയ്യും. മമ്മൂട്ടി ഒരു സിനിമയിൽ ഒരറിയിപ്പുമില്ലാതെ രംഗപ്രവേശം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതും ചെറുപ്പക്കാരുടെ ഒരു ആഘോഷ തിമിർപ്പിൻ്റെ മുകളിലേക്ക് മമ്മൂട്ടി വരിക എന്ന് പറഞ്ഞാൽ പിന്നെ തിയേറ്ററിൽ ഒരു ഉത്സവം പോലെയായി. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയ ഘടകമായി മാറി. ഇതിലെ ബുള്ളറ്റ് വാൾട്ടർ, നല്ല ബെൽബോട്ടം പാൻറ്റും അങ്ങനെ തലയിൽ ഒരു പ്രത്യേക കെട്ടും താടിയും ഒക്കെ ഇട്ട് ബുള്ളറ്റിൽ വരുന്ന മമ്മൂട്ടി തിയേറ്ററെ ഇളക്കി മറിച്ചിളക്കും. കാരണം മമ്മൂട്ടി ഒരു ഇടക്കാലത്തെ വിശ്രമത്തിന് ശേഷം സിനിമയിൽ അപ്പിയർ ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ് ചാത്താപ്പൻ. അപ്പോൾ അത് അദ്ദേഹം ഈ കൊച്ചിയുടെ മുദ്രകളിൽ ഒന്നാണ് മമ്മൂട്ടി. കൊച്ചി അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൊച്ചിയുടെ ശൈലി മുഴുവൻ സ്വാംശീകരിച്ച് പല പല ഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷൺമുഖനായാലും ബിലാലായാലും ഇപ്പോൾ ഈ വാൾട്ടർ ആയാലും കൊച്ചിയുടെ അടിത്തട്ടിലും മേൽത്തട്ടിലും ഇടനീറ്റിലുമൊക്കെ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ നടൻ, ആ വ്യക്തി അതിൽ ഇഴപാകി നിൽക്കുകയാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ അത് ആ സംസാരത്തിലും ശൈലിയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. കുറച്ച് നേരത്തേക്കെങ്കിലും വന്ന് അതിൻ്റെ സിനിമയുടെ പരിസമാപ്തിയിൽ മമ്മൂട്ടി അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ അത് ഈ സിനിമയുടെ വിജയത്തിൻ്റെ വലിയൊരു ഘടകമാണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു ആവേശമാണിപ്പോൾ. മമ്മൂട്ടിയെ ഈ ചെറുപ്പക്കാർക്ക് അവരോടൊപ്പം അഭിനയിക്കാൻ കിട്ടുകയും ആ പുതിയ അദ്വൈത് നായർ എന്ന സംവിധായകന് അതൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ഈ സംവിധായകൻ ഇതിൻ്റെ കഥ കണ്ടെത്തുകയും ഇത്തരമൊരു തട്ടകത്തിലേക്ക് വന്ന് ആ കഥയെ കൊണ്ടിരുത്തുകയൊക്കെ ചെയ്യുന്നത് ഈ സിനിമയുടെ ഒരു വിജയത്തിൻ്റെ പ്രധാന ഘടകമാണ്. അങ്ങനെ മലയാളത്തിൽ ചെറുപ്പക്കാരുടെ മറ്റൊരു വിജയം കൂടി ആഘോഷിക്കപ്പെടുകയാണ്. ഈ സനൂപ് തൈക്കുടം രചന നിർവഹിച്ച് അദ്വൈത് നായർ സംവിധാനം ചെയ്ത ഈ സിനിമ ഒരു അനുഗ്രഹിക്കപ്പെട്ട സിനിമയാണ്. കാരണം ഇത് മോഹൻലാലിൻ്റെ ഒരു വലിയ പിന്തുണ ഇതിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒത്തുചേർന്ന് ഈ സിനിമ വിജയവും കൂടി ആയപ്പോൾ അതൊരു ഇരട്ടി മധുരമായി. അപ്പോൾ മലയാള സിനിമയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് രംഗത്ത് വളരെ ഭാവി വാഗ്ദാനങ്ങളായ രണ്ടുപേരാണ് അദ്വൈത് നായരും ഈ സനൂപ് തൈക്കുടവും. അപ്പോൾ കാരണം ഇവരുടെ ഈ കഥ കണ്ടെത്തുകയും ഈ കഥയുടെ പശ്ചാത്തലം തീരുമാനിക്കുകയൊക്കെ ചെയ്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ വളരെ രസകരമായി, വളരെ ചെലവിനെ സംബന്ധിച്ച് നോക്കിയാൽ പോലും വളരെ രസകരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ കൊച്ചിയിൽ നിന്ന് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സംവിധായകൻ റാഫിയാണ്. സംവിധായകൻ റാഫി എന്ന് പറഞ്ഞാൽ ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൊച്ചിയുടെ ഒരു ശൈലി അദ്ദേഹത്തിൽ തന്നെ ഉണ്ട്. ഒരു കൊച്ചിക്കാരുടെ ഒരു ശൈലി റാഫിയിലുണ്ട്. റാഫിയെ ഉടനീളം ആശാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. പിന്നീട് സിദ്ദിഖ്
മേയറാണ്. പക്ഷേ സിദ്ദിഖിൻ്റെ നമ്മൾ കാണാത്ത വേറൊരു തരം ഒരു വില്ലനിസമാണ് ഇതിനകത്ത്. അതൊക്കെ ചെറിയ ചെറിയ രംഗങ്ങളിലൂടെ മനോഹരമായിട്ട് ഈ സംവിധായകൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ സായ്കുമാറിന് ഒരു വലിയ പഴയ വില്ലനാണ്, പഴയ പ്രതാപിയായ വില്ലനാണ്. പക്ഷേ ഇപ്പോൾ ഇരുന്നു പോയി. അപ്പോൾ ആ ശബ്ദമില്ലാതെ സാന്നിധ്യം കൊണ്ട് ചില മുഹൂർത്തങ്ങളിൽ അദ്ദേഹം മികവുറ്റ അഭിനയം പുറത്തെടുത്തുകൊണ്ടാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്യുന്നത്. മമ്മൂട്ടിയും സായ്കുമാറുമായിട്ട് അത്തരം 1-2 മുഹൂർത്തങ്ങളുണ്ട്. അവർ നേർക്കുനേർ വരുന്ന 1-2 ചെറിയ മുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിൽ ചില്ലിട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങളാണ്. അതിനൊക്കെ ഈ സംവിധായകനെയും എഴുത്തുകാരനെയും നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും.